من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. الحمد لله. റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹം അല്ലേ, നമുക്ക് അവനിലേക്ക് അടുക്കാനുള്ള ഓരോ അവസരങ്ങൾ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവനിലേക്ക് ഏറ്റവും അടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ, കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് എടുക്കാൻ തന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും നമ്മളിങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞാലും നമുക്ക് മതിവരാത്തൊരു വിഷയമാണ് നമ്മുടെ മരണം എന്നുള്ളത് അല്ലേ. എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു പര്യവസാനം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എടുത്ത് തരുന്നത് അന്നജൂം ശരിയ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള തമന്ന ബിൻത്ത് സലീം. അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ നീയത്തിനെ പുതുക്കുക. എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും പറയാണ്, നമ്മുടെ നീയത്തിനെ പുതുക്കുക. റബ്ബ് തൃപ്തിപ്പെടുന്ന ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കേൾക്കാനും അവനിലേക്ക് അടുക്കാനും ഇൻഷാ അല്ലാഹ് അവൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് തമന്ന ബിൻത്ത് സലീമിനെ ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة. അൽഹംദുലില്ലാഹ്. നമുക്ക് വേറൊരു ഞായറാഴ്ചയും കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ എന്നും കേൾക്കുന്നതാണ് ഓരോ മരണങ്ങളല്ലേ. ഇന്നലെ കൂടെ ഞാൻ എൻ്റെ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരാളുടെ മരണ വാർത്ത കേൾക്കണ്ടായി. 24 വയസ്സുള്ള ഒരാള്. നമ്മളിങ്ങനെ യുവത്വത്തില് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന നല്ല നല്ല പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മരണം. അതുപോലെ പ്രായമോ സമയമോ സന്ദർഭമോ ഒന്നും നോക്കാതെ കടന്നു വരുന്ന നമ്മളുടെയൊക്കെ ലൈഫിൽ എപ്പോഴും ഏത് സമയവും സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് മരണം. അപ്പോൾ സൂറ ആൽ ഇമ്രാനിലെ 185-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. എന്താണ് പറയുന്നത്? ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായും നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കമ്പളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ നമ്മൾ അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് ഐഹിക ജീവിതം കമ്പളിപ്പിക്കപ്പെടുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഈ ലോകം എടുത്ത് നോക്കുക. നമ്മളുടെ ചുറ്റുവട്ടത്തും ഓരോ ദിവസങ്ങളായിട്ടും കൂടുതൽ ഡെവലപ്മെന്റ്സ്, വികസനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മളുടെ ഇപ്പോൾ കുറച്ചൊരു പ്രായമുള്ള ആളുകൾ തന്നെ നമ്മളുടെ ഒരു കുട്ടിക്കാലം ആ ഒരു ടൈമൊക്കെ ആലോചിക്കുമ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച പല ക്ലേശങ്ങൾക്കും പല പ്രയാസങ്ങൾക്കും നമുക്ക് എളുപ്പം കിട്ടുന്ന രീതിയിൽ പല പല കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ലൈഫ് ഈസി ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കുന്ന സംവിധാനങ്ങളായിട്ടും ആശുപത്രികളായിട്ടും അങ്ങനെ പല രീതിയിൽ ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഒക്കെ നമ്മളിങ്ങനെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്.
അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇത്രയൊക്കെ പുരോഗമനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയൊക്കെ കാലങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ ജീവിച്ചു പോന്നിട്ട് ഒരുപാട് പഠിച്ചിട്ടും ഒരുപാട് ജീവിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ട് മരണത്തെ മാത്രം തോൽപ്പിക്കാൻ പറ്റുന്നില്ല? മരണത്തിന് തടയുന്ന ഒരു കണ്ടുപിടുത്തം മാത്രം എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്താണ്, എത്രയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവും, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നും നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കണ്ടുപിടിക്കാനായിട്ട്. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പെട്ട ആളുകൾ പോലും മരണത്തിന് കീഴടങ്ങുന്ന ഒരവസ്ഥയാണ് ലാസ്റ്റ് ഉണ്ടാവല്. അപ്പൊ ആ ഒരു ചിന്ത നമ്മളെ ശരിക്കും എന്ത് ചെയ്യണം, മരണത്തിന് ഭയക്കാന് അല്ലെങ്കിൽ മരണത്തിന് പറ്റിയിട്ടുള്ള ഒരു പേടിയോ ഡിപ്രഷനോ ഒക്കെ വന്നിട്ട് നമ്മളങ്ങോട്ട് ഒരു സൈഡിലാവുന്ന ഒരു അവസ്ഥയല്ല അങ്ങനത്തെ ചിന്തകളൊന്നും നമുക്ക് തരേണ്ടത് ശരിക്കും. അപ്പോ എന്താ പറയാ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ എത്രയൊക്കെ നമ്മൾ ഇങ്ങനെ പുരോഗമിച്ചിട്ടും എത്രയൊക്കെ ദൈവത്തിന് വെല്ലുവിളിക്കാൻ പാകത്തിന് പോലും ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും എന്തുകൊണ്ടിപ്പോ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ അനുഗ്രഹങ്ങൾക്കിടയിൽ ഇങ്ങനെ മറന്നു നിൽക്കുന്ന പല ആളുകളും പെട്ടെന്ന് മരിക്കുമ്പോൾ, ചിലപ്പോൾ അറിയപ്പെട്ട ചില സെലിബ്രിറ്റീസിന്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കലുണ്ട്. ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും, അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരികയോ ഒരു മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കമന്റ് ബോക്സിൽ ഫുള്ള് ഉണ്ടാവുക എന്തായിരിക്കും, ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്തുകൊണ്ട് ദൈവം അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു ലൈഫിന്റെ ഇടയിൽ ഓരെടുത്തു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനത്തെ പരീക്ഷണം വന്നു എന്നുള്ളൊരു പ്രത്യേകിച്ചും വിശ്വാസം ഇല്ലാത്ത ആളുകളിൽ പ്രത്യേകിച്ചും കാണാം. നമ്മൾ കുറച്ചൊരു വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ അങ്ങനെ കോപ്പ് ചെയ്ത് കുറച്ചെങ്കിലും ഒരു പിടിവള്ളി ഇല്ലവരെ അങ്ങനെ പോകും. അല്ലാത്തവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിച്ചു, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാം. അപ്പൊ നമ്മള് ഇങ്ങനെ ആലോചിക്കുക, നമ്മളെ ലൈഫില് ചെറുപ്പം തൊട്ടിട്ട് ഈ ഒരു നമ്മളിപ്പോ നിൽക്കുന്ന ഈ കാലഘട്ടം വരെ എത്ര മരണ വാർത്തകൾ നമ്മൾ കേട്ടു. ചിലപ്പോ നമ്മളെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമുക്ക് തന്നെ ഒരുപാട് നമ്മൾക്ക് ക്ലോസ് ആയിട്ടുള്ള പലരുടെയും മരണത്തെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാകാം. അങ്ങനത്തെ പരീക്ഷണങ്ങൾ നേരിട്ടവരാകാം ചിലപ്പോ നമ്മളിലുള്ള പലരും. അപ്പൊ ഇങ്ങനത്തെ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, അതിനെ നമ്മളൊരു റൂട്ടിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ എങ്ങനെ ഈ ചിന്തനെ ക്രമീകരിക്കണം, എങ്ങനെ ഈ മരണചിന്ത നമ്മളെ ലൈഫിനെ മാറ്റണം എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോ ശരിക്കും നമ്മള് മരണചിന്ത വർദ്ധിപ്പിക്കുക വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഹാദിമിൽ ലദ്ദാത്ത് പറഞ്ഞാല് നമ്മളുടെ ആസ്വാദനങ്ങളെ നശിപ്പിക്കുന്ന ഈ ഒരു സ്മരണയെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഓർക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓർക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മളുടെ പല ചിന്തകളുമാണ് നമ്മളുടെ പ്രാർത്ഥനകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മളിങ്ങനെ മരണത്തിനെ പറ്റി കൂടുതൽ ആലോചിക്കുമ്പോൾ നമുക്കത് നമുക്ക് തരേണ്ടത് പ്രതീക്ഷകളാണ്, നമ്മളുടെ ലൈഫിന്റെ എൻഡിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ്സ് ആണ്. നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ചുള്ള നമ്മളുടെ ജീവിതങ്ങളിൽ വരുന്ന മാറ്റങ്ങളും നമ്മളുടെ പ്രാർത്ഥനകളിൽ വേണ്ട മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരിക്കലും മരണചിന്ത നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു രസച്ചരട് മുറിച്ച് പോകുന്ന ഒരു ചിന്ത ആയിട്ട് നമുക്ക് തോന്നരുത്. കാരണം ആ ചിന്തയാണ് നമ്മളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കേണ്ടത്. അപ്പോ അതില് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. അവരുടെ ഒരു ഹദീസ് പറയാം. അതിൽ പറയുന്നത്, അവര് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലാഹുവേ, നിന്റെ ദൂതനായ എന്റെ ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേനയും എന്റെ പിതാവായ അബൂ സുഫിയാൻ മുഖേനയും എന്റെ സഹോദരനായ മുആവിയ മുഖേനയും എനിക്ക് ആനന്ദകരമായ ജീവിതം നൽകണേ എന്ന് ഒരിക്കൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അങ്ങനെ പ്രാർത്ഥിക്കണ്ടായി. അപ്പൊ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ അള്ളാഹുവിനോട് ചോദിച്ചത് നിശ്ചയിക്കപ്പെട്ട ആയുസ്സുകളെ കുറിച്ചും എണ്ണപ്പെട്ട ദിവസങ്ങളെ കുറിച്ചും വിഭജിക്കപ്പെട്ട ഉപജീവനങ്ങളെ കുറിച്ചുമാണ്. അതിന്റെ സമയം വരുന്നതിന് മുമ്പ് ഒന്നും വേഗത്തിലാക്കപ്പെടുകയില്ല, അതിന്റെ സമയം കഴിഞ്ഞ് ഒന്നും വൈകിക്കപ്പെടുകയുമില്ല.
എന്നാൽ നീ അള്ളാഹുവിനോട് നരക ശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു കൂടുതൽ നല്ലതും ശ്രേഷ്ഠകരമായിരുന്നതും. അപ്പൊ ഇതിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും നമ്മളുടെ പ്രാർത്ഥനകളിൽ വരിക ആയുസ് നീട്ടാന്, നമ്മളെ ആയുസ് നീട്ടി കിട്ടാന്, നമ്മളുടെ മാതാപിതാക്കളുടെ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ മക്കളുടെ, അങ്ങനെ നമ്മളുടെ ചുറ്റുപറ്റി നിൽക്കുന്ന ആളുകളുടെ ജീവിതം നീട്ടപ്പെടാനും അവരായിട്ട് കൂടുതൽ കൂടുതൽ നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരമായിരിക്കും മിക്കവാറും നമ്മളുടെയൊക്കെ പ്രാർത്ഥനകളിൽ കൂടുതലും എന്താണ് ഇടം പിടിക്കുക. അപ്പോ അത് മാത്രമായി പോകുന്നുണ്ടോ നമ്മളെ പ്രാർത്ഥനകള്? അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്ത് തന്നെ ആണെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ വന്ന് പിടികൂടുന്ന ഉറപ്പുള്ള ഈ മരണത്തിന് ഉള്ള ഒരു താൽക്കാലികമായിട്ടുള്ള നമ്മളുടെ ഒരു ആശ്വാസത്തിനുള്ള രക്ഷപ്പെടൽ എന്ന നിലക്ക് പ്രാർത്ഥനകളിൽ ഫുള്ളും നമ്മള് അത് നീട്ടി കിട്ടാനും എന്താ പറയാ അതൊന്നൊരു താൽക്കാലിക രക്ഷപ്പെടൽ എന്ന പോലെ, അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ ഒരു ആനന്ദം അത്ര മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രാർത്ഥനകൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. കാരണം മരണത്തിനെ കുറിച്ചുള്ള കൂടുതൽ ചിന്ത വരുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുള്ളൂ, ആഖിറത്ത് നന്നാവാൻ പ്രാർത്ഥിക്കുള്ളൂ. റബ്ബേ നല്ലൊരു ആഖിറത്ത് എനിക്ക് തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം, മരണത്തിനെ പറ്റി നമ്മൾ കൂടുതൽ ഓർക്കണം. പല മരണങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ അവരുടെ ആഖിറത്തിനെ പറ്റി ചിന്തിക്കണം. പക്ഷെ പലരുടെയും നമുക്കറിയില്ല. പക്ഷെ ലാഹിറായിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് ചിലവരുടെയൊക്കെ മരണ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് നല്ല മരണമെന്ന്. ചിലപ്പോൾ സുജൂദിലായിരിക്കും, ചിലപ്പോൾ ഖുർആനായിട്ട് ഇടപെടുമ്പോഴായിരിക്കും, അങ്ങനെ പല രീതിയിൽ നല്ല നല്ല അവസ്ഥകളിൽ മരിക്കുന്നവരുടെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കലുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, മരിച്ചതിന് ശേഷം ഖബറിൽ വെച്ചാലുള്ള നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലേ നമ്മൾ അവിടുത്തെ ശിക്ഷകളിൽ നിന്നും രക്ഷക്കും അതേപോലെ തന്നെ അവിടുത്തെ സുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റബ്ബിനോട് ചോദിക്കുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ നമ്മളുടെ ചിന്തകളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മള് കൂടുതൽ കൂടുതൽ നമ്മുടെ ലൈഫിലെ സുഖങ്ങൾക്കും അതേപോലെ തന്നെ അതിലെ റിസ്കിനെ പറ്റിയും അതിലെ നിശ്ചയിക്കപ്പെട്ട പല കാര്യങ്ങളെ പറ്റിയും കൂടുതൽ ചിന്തിച്ച് അതിൽ കുറേ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മളുടെ പ്രാർത്ഥനകളിൽ ഇടവും എടുക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളിങ്ങനെ ചില ആളുകളുടെയൊക്കെ ഒരു ശീലമാണ്, നമ്മളിങ്ങനെ മരണത്തിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ അത് വിടും, അത് നമ്മൾ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രസച്ചരട് മുറിച്ച് കളയുന്നൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ പല ആളുകളും എന്ത് ചെയ്യും, മരണത്തിന്റെ ചിന്ത വരുമ്പോഴേക്ക് അതിനെ തട്ടിക്കളയും. ശരിക്കും നമ്മള് ജീവിതത്തിൽ മതിമറന്ന് ആസ്വദിച്ച് ജീവിതത്തിന്റെ രസച്ചരടിൽ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥനെയാണ് നമ്മൾ കൂടുതൽ വായിക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു ചിന്തയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകുന്നത് നമ്മൾ തന്നെ അറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മളിപ്പോ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും, പക്ഷെ കാര്യത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചിന്തകൾ കൊണ്ട് നമ്മുടെ നീയത്തിനെ കൂടുതൽ റിന്യൂ ചെയ്ത് ചിന്തകൾ കൂടുതൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റിന്യൂ ചെയ്താലേ നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു യാന്ത്രികത പോയിട്ട് അതിനൊക്കെ ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെ ഒരു മനോഭാവമുള്ള ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. മരണചിന്ത വരുമ്പോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണത്തിനെ പറ്റി പറയപ്പെടുമ്പോ മാത്രം അപ്പോഴൊക്കെയും അതിനെങ്ങനെ അത് വിടുക എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മളുടെ അടുത്തുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് മീൻസ് അതിന് നമ്മളെ ലൈഫിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനും ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിനും നമ്മളുടെ എൻഡിങ്ങിനും നമ്മളുടെ പരലോക ജീവിതത്തിനും ഒക്കെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ നല്ല കർമ്മങ്ങളായിട്ട് ആ ചിന്തകൾ നമ്മളെ നല്ല കർമ്മങ്ങളിലേക്കും നല്ല പ്രാർത്ഥനകളിലേക്കും നല്ല ഒരുക്കത്തിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു രീതി നമ്മൾ ആ ചിന്തകളിൽ നിന്ന് ഉണ്ടാക്കണം. അതിന് നമ്മൾ പാടേ മറന്ന് അതൊരു ഓർക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ സൂറ ഫുസ്സിലത്തില് നമ്മളുടെ മരണം മരണചിന്ത അങ്ങനെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ട് ഒരുപാട് നമ്മളിങ്ങനെ മരണത്തിനെ പറ്റി ഒരുങ്ങി അല്ല പ്രിപ്പയർഡ് ആയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മരണം വന്നാൽ നമ്മളുടെ എൻഡിങ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് സൂറ ഫുസ്സിലത്തില് 30-ാമത്തെ ആയത്തില് കാണാം. അത് പറയുന്നത് എന്താണ്?
ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും പിന്നീട് നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നതാണ്: നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. അപ്പൊ നമ്മളിങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ദുനിയാവിൽ ഇങ്ങനെ മതിമറന്ന് ജീവിക്കാതെ കുറെയൊക്കെ മരണത്തിനെ പറ്റി ചിന്തിച്ച് അതിന് ഒരുങ്ങി നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ദിവസം മരണം വരുമ്പോ ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നില്ലതാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. നല്ല രീതിയിൽ നിലകൊണ്ട് നല്ലൊരു ലൈഫ് ജീവിച്ച ഒരാളുടെ അടുത്തേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് പറയും: നിങ്ങൾ പേടിക്കണ്ട, മരണവേദന ഉണ്ടാവും, പേടി ഉണ്ടാവും, വെപ്രാളം ഉണ്ടാവും, എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ മലക്കുകളായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ട് നമ്മളങ്ങനെ സമാധാനിപ്പിക്കുകയാണ്: നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ അങ്ങനെയൊന്നും ആലോചിക്കണ്ട, നിങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗ്ഗാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എന്നുള്ളത് അത് ഏതൊരു സത്യവിശ്വാസിന്റെ സ്വപ്നമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് ജീവിക്കുന്ന ഒരാളുടെ ലൈഫ് എന്ന് പറഞ്ഞാല് അതല്ലാത്ത ഒരാളിൽ നിന്ന് തീർത്തും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിന്റെ അതേ ഒരു മനോഭാവമുള്ള ഒരു കുടുംബമാണ് അവരുടെ ചുറ്റുമുള്ളത്. അവരാണ് അവരെ യാത്ര അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവുക അതല്ലാത്ത ഒരാളുടെ നിന്നും തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനോഭാവമായിരിക്കും. അവരുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷയുള്ളതായിരിക്കും. അവർ കൂടുതലും പ്രാർത്ഥിക്കുക: റബ്ബേ, ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിന്റെ മക്കളാണെങ്കിലും അവരുടെ കുടുംബാണെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണെങ്കിലും റബ്ബിനോട് ചോദിക്കുക: റബ്ബേ, ഇതുപോലെ നല്ലൊരു എൻഡിങ് ആയിരിക്കണേ അവരുടേത്, അവരിൽ അവർക്ക് സുഖം കൊടുക്കണേ. ആ രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു മനോഭാവം നമ്മൾക്കൊക്കെ അൽഹംദുലില്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ പോസിറ്റീവായിട്ട് ഇരിക്കാനും, പോസിറ്റീവായിട്ടെന്നല്ല, മരണമില്ലാതൊരു പോസിറ്റീവായിട്ട് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇനിയും ഒരു പ്രതീക്ഷ ഉണ്ട്, പരലോകമുണ്ട്, ഖബറുണ്ട്, നമ്മൾ അതിനു വേണ്ടിയിട്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ മരണചിന്തയാണെങ്കിലും ഈ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു അനുഗ്രഹമാണ്. അതില്ലാത്തവരുടേതൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ദുനിയാവിനെ സ്വർഗ്ഗമായിട്ട് കണ്ട് ജീവിച്ച പല വ്യക്തികൾക്ക് മരണം വരുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കണം. അവർ മിക്കവാറും ഭയങ്കരമായിട്ട് ദുനിയാവിൽ മതിമറന്ന് അത്രമേൽ ദുനിയാവിലെ സുഖങ്ങൾ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ മരിക്കുകയാണ്. നമ്മളുടെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് എന്നും നല്ല രീതിയിൽ ദുനിയാവിന്റെ എല്ലാ രസത്തോടു കൂടി ജീവിച്ച് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു. അയാളുടെ വീട്ടിലുള്ള അവസ്ഥയും അയാളുടെ അവസ്ഥയും നമ്മൾ ആലോചിച്ചാൽ ശരിക്കും നമുക്ക് പേടിയാവും. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. കാരണം നമ്മൾ ദുനിയാവിൽ മരണചിന്ത അല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദുനിയാവ് ഭയങ്കര രസമായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരണം വരുന്നു, മലക്കുകൾ വരുന്നത് എങ്ങനെയായിരിക്കും? അള്ളാഹുവിനെ സ്മരിക്കാതെ സത്യനിഷേധത്തില് ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ടേയിരിക്കും അവരെ മരിപ്പിക്കുക എന്ന് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ സ്മരണയിലും വിട്ട് നിന്ന് ജീവിച്ച ഒരു വ്യക്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പൊ അവരുടെ വീട്ടിലുള്ള അവസ്ഥയാണെങ്കിലോ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നു, ഫുള്ള് ബ്ലാങ്ക് ആവുന്നത്, എന്താണ് ഇപ്പൊ ഇങ്ങനെ, ഒരുപാട് ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻസും ഒന്ന് പ്രാർത്ഥിക്കാനോ ഒരു പ്രതീക്ഷ വെക്കാനോ ഒരു ഓപ്ഷന് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ മയ്യത്തിന്റെ ജനാസ ഒരു മയ്യത്ത് അല്ലെങ്കിൽ ജനാസ ചുമലുകളിൽ കൊണ്ടുപോകുമ്പോൾ ഉള്ള രണ്ടവസ്ഥകളുണ്ട്. നമ്മളൊക്കെ കേട്ട ഹദീസായിരിക്കും. അതിൽ പറയുന്നത് എന്താണ്? ഒരു ജനാസ എടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ നല്ല ആളുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ മരിച്ച വ്യക്തി ഒരു നല്ല വ്യക്തിയാണ്, മരണത്തെ കാത്തിരുന്ന് പ്രവർത്തിച്ച് ഒരുങ്ങി നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ പറയാം: കത്തിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ എന്നായിരിക്കും. അയാൾക്ക് അവരുടെ ഖബറിലെ ലൈഫിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും ഒക്കെ കാത്തിരിക്കുന്ന ആ സുഖങ്ങൾ ആസ്വദിക്കാനുള്ളൊരു ധൃതിയായിരിക്കും അയാളുടെ വാക്കുകളിൽ കാണാം. എന്നാലോ ഒരു ദുഷ്ടനായ ആളാണ് ആ ചുമരിൽ കിടക്കുന്നത്, അയാളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അയാളെയാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് പറയാ? അയ്യോ, എന്നെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് അയാൾ കരയാണ് ചെയ്യുക. അപ്പൊ ആ സൗണ്ട് കേട്ടാല്, അയാൾ കരയുന്ന ആ സൗണ്ട് കേട്ടാല്
മനുഷ്യനൊഴികെയുള്ള എല്ലാ സൃഷ്ടികൾക്കും അതിന്റെ ശബ്ദം കേൾക്കും. അത് മനുഷ്യൻ കേട്ടിരുന്നെങ്കിൽ അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്നാണ് ഹദീസിൽ കാണുന്നത്. അപ്പോ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എൻഡിങ് ആയിരിക്കും അത്തരത്തിലുള്ളൊരു വ്യക്തി അത്തരത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ആഖിറത്ത് നന്നാക്കാൻ നമ്മളുടെ മരണത്തോടുള്ള സമീപനം പുതുക്കിയിട്ട് ഏറ്റവും മനോഹരമായിട്ട് അത് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ പ്രവൃത്തികളെയും നമ്മളുടെ ഈ ലോകത്തെ ജീവിതത്തിനെയും ഒക്കെ മാറ്റുന്ന രീതിയിൽ പരലോകത്തേക്ക് ഉപകരിക്കുന്ന രീതിയിൽ അതിനെ ഒക്കെ മാറ്റാതെ നമുക്ക് മരണചിന്ത കൊണ്ട് കഴിയണം എന്നതാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ആളുകൾക്ക് മരണം അതേപോലെ തന്നെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാല് ആത്മഹത്യയായിട്ടാണെങ്കിലും അങ്ങനെ ആ രീതിയിൽ ജീവിതം മടുത്താൽ പിന്നെ ആത്മഹത്യ, അതേപോലെ തന്നെ മരണത്തിനോടൊരു പേടിയില്ലായ്മയൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഒരു ആളുകളിൽ കൂടുതലും കാണാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാല് നമ്മൾക്ക് കൂടുതൽ ആസ്വാദനങ്ങളും സുഖങ്ങളും ഒക്കെ ഇപ്പൊ ഇങ്ങനെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടിയപ്പോ നമ്മളിലെ പല ആളുകളും ഖുറാനിൽ നിന്നും അതേപോലെ തന്നെ ഹദീസിൽ നിന്നും പഠനത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരവസ്ഥ പലരിലും നമുക്ക് കാണാൻ പറ്റും. പലരിലും പറഞ്ഞാല് കൂടുതലും നമ്മളുടെ ദീനിയായിട്ട് ബേസിക് ആയിട്ട് നമ്മളിങ്ങനെ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണല്ലോ. മരണമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് ഹദീസുകളായിട്ടും ആയത്തുകളായിട്ടും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അറിയുന്നവര് വളരെ ചുരുക്കമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താ പറയാ, നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ മക്കളിലും അതേപോലെ തന്നെ അങ്ങനെ എന്താ പറയാ ഇഗ്നോറന്റ് ആയിട്ട് നടക്കുന്നതെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ അറിയിച്ചു കൊടുക്കേണ്ട, അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്നൊരു മരണം വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് മരണത്തിനെ ഒരു ആശ്രയമായി കണ്ടാല് അങ്ങോട്ട് ചെന്നാല് അവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലും വേണം, അവിടെ ചെന്നാൽ ഇന്ന അവസ്ഥകളായിരിക്കും ഉണ്ടാവുക, ഖബറിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, അതേപോലെ തന്നെ മരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ആയത്തുകൾ ഇതൊക്കെ അറിയാത്തവരായിട്ട് നമ്മളുടെ ചുറ്റും പലരും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് പെട്ടെന്ന് തന്നെ ഈ ആത്മഹത്യന്റെ പ്രവണതയും അതേപോലെ തന്നെ ജീവിതത്തിനോട് ഇതുപോലുള്ള ഒരു മനോഭാവമൊക്കെ വെച്ച് പുലർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മളുടെ ലൈഫ് നമ്മളുടെ മക്കളോടാണെങ്കിലും നമ്മളുടെ വേണ്ടപ്പെട്ട സഹോദരങ്ങളോടാണെങ്കിലും ഒക്കെ ഇപ്പൊ വളർന്നു വരുന്നവരായിട്ടുള്ള ആളുകളോട് കൂടുതൽ നമ്മൾ ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കണം. എന്നാലേ നമുക്ക് അവരെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ ഒരു റൂട്ടിലേക്ക് കിട്ടുള്ളൂ. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാല് ഈ ഒരു സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ രീതിയിലൊക്കെ ഖബറുണ്ട്, ഖബർ ശിക്ഷയുണ്ട്, നമ്മൾ ജീവിക്കുന്നത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളത് ഉറപ്പിക്കപ്പെട്ട ആളുകൾക്ക് എന്താ പറയാ ജീവിതത്തില് ഏതൊരു ഇത് വന്നാലും നമ്മളിങ്ങനെ വിചാരിക്കും പരലോകമുണ്ടല്ലോ, അപ്പം ഇൻഷാ അല്ലാഹ് മരിച്ചു വന്നാല് റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലായിരിക്കും. പക്ഷെ ഈ ദുനിയവി ആയിട്ടുള്ള പഠനങ്ങളായിട്ടും അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മതിമറന്ന് ജീവിക്കുന്ന പലർക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ്സ് ദഹിച്ചോളണമെന്നില്ല, പ്രത്യേകിച്ചും ഇങ്ങനെ ആ രീതിയിൽ പഠിച്ചു വരുന്ന ആളുകൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസവും അത്തരത്തിലുള്ള കാര്യങ്ങളും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചെറുപ്പം മുതലേ ഈ കാര്യങ്ങളൊക്കെ അവരിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് അവരെ രണ്ട് ലോകത്തേക്ക് ഉപകരിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. സൂറ യാസീനിൽ പറയുന്ന പോലെ തന്നെ സൂറ യാസീനിലും അതേപോലെ തന്നെ സൂറ മുഅ്മിനൂനിലൊക്കെ ഉള്ള ആയത്തുകൾ നമുക്ക് മരണത്തിനെ പറ്റി കൂടുതൽ പറയും. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. യാസീനിലെ 52-ാമത്തെ ആയത്താണ്. അവർ പറയും, നമ്മുടെ നാശമേ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ. ദൂതന്മാർ സത്യം തന്നെയാണ് പറഞ്ഞത്. നാളെ പരലോകത്ത് ചെന്ന് നമ്മളെ ഖബറിന്നൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മളൊക്കെ പറയുന്ന വാക്കുകളാണിത്. അതേപോലെ തന്നെ
വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കുന്നതാണ്. ബർസഖിനെ പറ്റിയിട്ടുള്ള ആയത്ത്. എന്നാൽ ഇത്തരത്തിലുള്ള ആയത്തുകളൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ നമ്മുടെ ലൈഫിനെ ക്രമീകരിച്ചാലേ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു എൻഡിങ്, നല്ലൊരു പരലോക ജീവിതം, ഈ ദുനിയാവിൽ തന്നെ സുഖമുള്ളൊരു ജീവിതം ഇൻഷാ അല്ലാഹ് കിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ഖബർ ശിക്ഷേനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്കിങ്ങനെ ഇപ്പം ഈ ശാസ്ത്രമൊക്കെ പുരോഗമിച്ച സമയത്ത് ചില ആളുകളൊക്കെ ഇങ്ങനെ ഖബർ ശിക്ഷയൊക്കെ ശരിക്കും ഉണ്ടോ, ബർസഖൊക്കെ ശരിക്കും ഉണ്ടോ എന്നുള്ളൊരു ചിന്ത ആളുകളിൽ വരാൻ ചാൻസ്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എക്സാമ്പിൾ എന്നല്ല, നമുക്ക് അതൊന്ന് എന്താണ് ലോജിക്കലി കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുക, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താണ് ഒരു 12 മണി ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്വപ്നം കാണുക. അതിൽ ഭയങ്കരമായിട്ട് നമുക്ക് ദേഹത്ത് വേദന ആവുന്ന രീതിയിലുള്ള എന്തോ ഒരു സംഭവം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരോ നമ്മളെ എന്താ പറയാ അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു തീയിൽ ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ അതിലിങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചുണർത്തിയിട്ടില്ലെങ്കിൽ, ഒരു 12 മണി തൊട്ട് രാവിലെ നമ്മൾ സുബഹിക്ക് എണീക്കുന്ന ആ ടൈം വരെ നമ്മൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ശരിക്കും അത് അനുഭവിക്കൂലേ? ആ ഒരു അവസ്ഥയിൽ നമ്മൾ അത് അനുഭവിച്ചറിയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ, മരിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ദേഹമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം നമുക്ക് സംഭവിച്ചു കൂടാന്നില്ലല്ലോ. അവിടെ മരിച്ച ഖബറിലായാലും പിന്നെ നമ്മളെ വിളിച്ചുണർത്താൻ ആരുമില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും, എന്താണ് ശിക്ഷനെ പറ്റിയിട്ടാണെങ്കിലും ഖബറിലുള്ള അവസ്ഥകളെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയാ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് അതൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു ചിന്ത വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂറ ഫജ്റിലെ ലാസ്റ്റ് കുറച്ച് ആയത്തുകൾ 27 മുതൽ 30 വരെയുള്ള ആയത്തുകളും കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. തൃപ്തിപ്പെട്ട എന്താണ് തൃപ്തിപ്പെട്ടായിട്ടുള്ള തൃപ്തിപ്പെട്ടിട്ടുള്ള ആത്മാവെ, എൻ്റെ അടിയന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അപ്പൊ എന്താണ്, നമ്മള് അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട്, അള്ളാഹു നമ്മളിൽ തൃപ്തിപ്പെട്ടിട്ടുള്ള നല്ലൊരു എൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയപ്പെടുക എന്താണ്, നല്ല 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 അടിയന്മാരുടെ ഇടയിലേക്ക് നമ്മൾ എൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുകയും എന്ന് പറയുന്ന ആ നല്ലൊരു ആർട്ടിഫക്ചർ അത് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും മനോഹരമായിട്ട് ഭരണ ചിന്തകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ലൈഫിനെ ഏറ്റവും നന്നായിട്ട് ക്രമീകരിച്ച് നല്ല പ്രാർത്ഥനകളും ഉയർത്തി ഏറ്റവും മനോഹരമായിട്ട് ബാക്കിയുള്ള നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ സഹോദരങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് നല്ലൊരു ലൈഫ് ഈ ദുനിയാവിൽ ജീവിക്കാനും നല്ലൊരു ആർട്ടിഫക്റ്റ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാനും നാളെ പരലോകത്ത് ഏറ്റവും നല്ലൊരവസ്ഥയിൽ ഒരുമിച്ച് കൂടാനും റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ കതീറ വബാറകല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. വളരെ വിലപിടിപ്പുള്ള കുറേ കാര്യങ്ങളിലെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്ത്, നമ്മുടെ ആഖിബത്ത് നല്ലൊരു ആഖിബത്തായിട്ട് നമുക്ക് നൽകണേ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ദുആയിലും എപ്പോഴും ആ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് പലരും, ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറേ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബറകല്ലാഹു ഫീക്കും. ഇന്നത്തെ ഈ ഒരു വിഷയം കണ്ടതുകൊണ്ടാണോ പലതരത്തിലുള്ള ഓരോ റിഫ്ലക്ഷൻസുകളും ഓരോരോ ആളുകൾക്കും പറയാനുണ്ടാവും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചിട്ടുള്ള നമ്മൾ കുറേ എന്താണ് മരണത്തെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, ഷെയർ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് ഓരോ ആളെയായിട്ട് ഞാൻ വിളിക്കാം, അതിനനുസരിച്ചിട്ട് പറയട്ടെ. ഇൻഷാ അല്ലാഹ്. ഉമൈബ.